നമസ്കാരം. മറ്റൊരു ശിവ സന്ദേശത്തിലേക്ക് അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചില സത്യങ്ങൾ, നിങ്ങൾ അന്വേഷിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങളെ തൊട്ടുണർത്തുവാൻ ഭഗവാൻ അതിലേക്ക് കടക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചില യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു എന്നത് വാസ്തവമാണ്. അത് തീർച്ചയായും നിങ്ങൾ തട്ടി ഉണർത്തപ്പെടേണ്ടതാണ് എന്ന് കാണുന്നു. ഈ കാര്യങ്ങൾ ഒരിക്കലും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഈ വാക്കുകൾ അത് യാദൃശ്ചികമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുവാൻ ആരംഭിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. തീർച്ചയായും ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലും ആ സത്യം നിങ്ങൾ അറിയപ്പെടണം. ആ സത്യത്തിലേക്കുള്ള വഴികാട്ടിയായി ഈ സന്ദേശം മാറുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾക്ക് ചുറ്റും പല വിധത്തിലും കാര്യങ്ങൾ സംഭവിക്കുന്നു. അശാന്തമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബഹളങ്ങളാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ പല വിഷമതകളും അനുഭവിക്കുന്ന നിങ്ങൾ അതെല്ലാം ഒരു നിമിഷം മറക്കേണ്ടതാണ്. മനസ്സിൽ നിരവധിയാർന്ന ഭാരങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ആ ഭാരങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. മനസ്സിലെ ഭാരങ്ങൾ പോലും നിങ്ങൾ പൂർണ്ണമായും ഇറക്കി വെച്ച് ശാന്തതയോടെ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഭഗവാന് മുന്നിൽ നിങ്ങൾ വച്ചിരിക്കുന്ന പ്രാർത്ഥനകളോ, നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയോ ഭഗവാന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നതാണ്, കേൾക്കാവുന്നതുമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക്, ദൈവാംശമായ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുവാൻ തയ്യാറെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണ്. അവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അത് അമൂല്യമായ നിധികൾക്ക് തുല്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പലരും നിങ്ങളെ തകർത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. സാഹചര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളിലുള്ള ആ വിഷമം എന്ന മിഥ്യാബോധത്തെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് നിങ്ങൾ ഭഗവാനിലേക്ക് വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ ഓരോ ശ്വാസത്തിലും അത് നിങ്ങൾക്ക് ശക്തിയായി മാറുന്ന സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന സാക്ഷാൽ പരമശിവൻ എന്ന ആ ശക്തിയെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യങ്ങൾ അബദ്ധമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ അബദ്ധം മാത്രമല്ല. ചില കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടത് അനിവാര്യമാണ്. ചില സമയങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു പോരാട്ടം അനിവാര്യവുമാണ്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, അതിൽ പ്രധാനപ്പെട്ടതായ ഭാഗമാകാൻ പോകുന്നത് ഭഗവാൻ തന്നെയാണ്. കാരണം നിങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തിരുത്തി എഴുതുവാൻ സാധിക്കുന്ന ദേവൻ തന്നെയാണ് സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ പരമശിവൻ, അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി. ആ ശക്തി തീർച്ചയായും നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുന്നതായ ചില കാര്യങ്ങൾ മാറ്റി എഴുതുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. വളരെയധികം കാര്യങ്ങളിൽ ഒരിക്കലും ഒഴിവാക്കുവാൻ സാധിക്കാത്ത കണ്ണിയാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു. പരാജയങ്ങൾ,
അപ്രതീക്ഷിതമായ പരാജയങ്ങളോ തിരിച്ചടികളോ വിഷമങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ എത്രമാത്രം ഭാരം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. അതിപ്പോൾ ഊഹിക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ എത്രമാത്രം നിങ്ങൾ തളർന്നു പോയിട്ടുള്ളതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നും ഭഗവാൻ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് തെറ്റ് ചില കാര്യങ്ങളിൽ സംഭവിച്ചു എന്നത് വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾ വീണുപോയിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട് എന്ന് വാസ്തവമാണ്. കാരണം നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് നിങ്ങൾ ദുർബലരാണ് എന്ന് ചിന്തിച്ചു. പല കാര്യങ്ങൾക്കും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു ചിന്താഗതി, അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേർന്നു എന്നത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ ദുർബലരാണ് എന്ന ചിന്ത അത് നിങ്ങൾക്ക് ദോഷം ചെയ്തു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, പലരുടെയും വാക്കുകൾ വിശ്വസിച്ചു, പലരെയും നിങ്ങൾ മുന്നിൽ നിർത്തി, അല്ലെങ്കിൽ പലരുടെയും പിന്നിലായി അണിനിരന്ന് മുന്നോട്ട് പോയ സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവാംശമായ ആത്മാവ് ഭഗവാനിലൂടെ നിങ്ങൾക്ക് നൽകിയതായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഭഗവാന്റെ വിളി പോലും നിങ്ങൾ കേൾക്കാതിരുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും ഈ സമയം നിങ്ങളെ പിടികൂടി. അതിലൊന്ന് വളരെയധികം ഭയം തന്നെയാണ്. പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് കടക്കുവാനുള്ള ഒരു ഭയം, അത് നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. സംശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതം അത് ഒരിക്കലും തെറ്റായ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ശരീരം വെറും മണ്ണാണ്, നശ്വരമായ ഒന്നാണ്. അതിനാൽ തന്നെ കാലത്തിൽ, അല്ലെങ്കിൽ വരും കാലത്തിൽ അത് അലിഞ്ഞില്ലാതാകുന്ന ഒന്ന് തന്നെയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ദിവ്യമായ അഗ്നി അല്ലെങ്കിൽ അമരമായ ലോകത്തിലെ ഒരു കാറ്റിനും കെടുത്താൻ സാധിക്കാത്തതായ അഗ്നി അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അതായത് പല കാര്യങ്ങളെയും എരിച്ച് കളയുവാനുള്ള ശക്തിയായി ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പലരും വില കൽപ്പിച്ചില്ല എന്നത് വാസ്തവം തന്നെയാണ്. പലരും നിങ്ങളെ അവഗണിച്ചതായ സാഹചര്യമുണ്ട്. പരീക്ഷണങ്ങൾ, ജീവിതത്തിൽ നിരവധിയാർന്ന പരീക്ഷണങ്ങൾ അനുഭവിച്ച നിങ്ങൾക്ക് അന്ധകാരം നിങ്ങളെ പലപ്പോഴും കീഴടക്കിയതായ സാഹചര്യത്തിൽ, നിങ്ങളെ പ്രകാശം പോലും നിങ്ങൾക്ക് മനസ്സിൽ അണഞ്ഞു പോയതായ സാഹചര്യത്തിൽ, ഇരുട്ട് നിങ്ങളെ ബാധിച്ച അവസരത്തിൽ, ഇനിയൊന്നും മാറില്ല എന്ന ചിന്ത മനസ്സിൽ ഉടലെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. എന്താണ് ചിന്തകൾ, അല്ലെങ്കിൽ ഭഗവാൻ നൽകുന്നതായ ആ ചിന്തകൾ, അതിന്റെ പ്രാധാന്യം, ശക്തി, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിരവധിയാർന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായും ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ചില തെറ്റായ ചിന്തകൾ ഒഴിവാക്കണം. നിങ്ങൾ ഒരു ഉപകരണം മാത്രമാണ് എന്ന ചിന്ത ഒരിക്കലും പാടുള്ളതല്ല. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് അത്രമേൽ ആശയങ്ങൾ, അത്രമേൽ ചിന്തകൾ നിങ്ങളിലേക്ക് കടന്ന് അല്ലെങ്കിൽ നൽകുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്നത് പോസിറ്റീവായ ഊർജം തന്നെയാണ്. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പലരും വിധി എഴുതാം. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് വേണ്ടപ്പെട്ടവർ പോലും വീണ്ടും വീണ്ടും നിങ്ങളോട് പറഞ്ഞു എന്ന് വരാം. എന്നാൽ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തീർച്ചയായും നിങ്ങളെ കൂടുതൽ തിളക്കത്തോടെ പ്രകാശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം അപൂർണമായി ഒന്നും അവസാനിപ്പിക്കുവാൻ ഭഗവാൻ
ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. ഭഗവാന്റെ വാത്സല്യം നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തളരാതെ പിടിച്ചു നിന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മുറിവുകൾ അത് എത്ര വലിയ മുറിവുകളാണ് എങ്കിലും മനസ്സിലേറ്റിരിക്കുന്ന ആ മുറിവുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. യഥാർത്ഥ ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ പോകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ പല കാര്യങ്ങളിലും തകർന്നു പോയതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വീണ്ടും വാർത്തെടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ സ്വയം വാർത്തെടുക്കുവാനുള്ള ഒരു കഴിവ് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തകളിലും മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നതായ ചിന്തകളിലോ കുത്തുവാക്കുകളിലോ വിഷമതകളിലോ വെന്തുരുകിയപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യം നിങ്ങൾ കൂടുതൽ തിളക്കം വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ മുറിവുകൾ തന്നെയാണ് ഇനി നിങ്ങളുടെ ശക്തിയായി പ്രവർത്തിക്കാൻ പോകുന്നത്. അതിനുള്ള തെളിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. തകർച്ച ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ആ തകർച്ചയിൽ നിന്നും ഒരു വ്യക്തിക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുക എന്നത് ചില സമയങ്ങളിൽ അസാധ്യമാണ്. എന്നാൽ നിങ്ങൾക്കത് ആസന്നമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തിരുത്തി എഴുതുവാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ നൽകുന്നത്. മാറ്റം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇത്തരത്തിൽ വന്നു ചേരുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതിനു നേരെ മുഖം തിരിക്കാൻ പാടുന്നതല്ല. ആ മാറ്റം നിങ്ങൾ സ്വീകരിക്കണം. ഇരു കൈകൾ കൊണ്ടും ആ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിരവധിയാർന്ന പ്രാർത്ഥനകൾ ഭഗവാന് മുന്നിലുണ്ട്. കണ്ണീരോടെ മനസ്സ് വിഷമിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതായ സാഹചര്യം പോലുമുണ്ട്. എല്ലാം തകർന്ന് ഇനി ഒന്നുമില്ല എന്ന രീതിയിൽ ഭഗവാന് മുന്നിൽ വിഷമത്തോടെ നിന്ന നിങ്ങളെ ഭഗവാൻ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായ സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വിരിഞ്ഞു മുറുകിയതായ ആ വിധി, അതിനെ ഭഗവാൻ അഴിച്ചെടുക്കുകയായിരുന്നു. ആ കുരുക്കുകളിൽ നിന്നും മോചനം നൽകുവാൻ ഭഗവാൻ ആ കുരുക്കുകൾ അഴിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം ധൈര്യമാണ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അത്തരം കാര്യങ്ങൾ അകന്നു പോകുവാൻ നിങ്ങളെ വേട്ടയാടിയിട്ടുള്ളതായ ആ ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യത്തെ തരണം ചെയ്ത് നിർഭാഗ്യം നിങ്ങളെ പലപ്പോഴും വേട്ടയാടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ വേദനകളിൽ നിന്നും ഒരു മോചനമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. അതെ, തീർച്ചയായും നിങ്ങളുടെ തലമുറ ഭഗവാൻ മാറ്റാൻ ഒരുങ്ങുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പരിഹസിച്ചവർ നിരവധിയാണ്. പരിഹസിച്ച് പോയ വ്യക്തികൾ നിരവധിയുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അവർ പോലും സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളാണ്. അവർ പോലും ചിന്തിക്കാത്തതായ ചില കാര്യങ്ങൾ, അവിശ്വസനീയം എന്ന് ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ചിലർ അതിനു നേരെ തിരിഞ്ഞു എന്ന് വരാം, ചിലർ അത് തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ ഇവിടെ തീർച്ചയായും അതിനൊന്നും സാധിക്കില്ല എന്ന് തന്നെ അർത്ഥമാക്കാം. ഇവിടെ ചില അത്ഭുതങ്ങൾ അത് ഭഗവാൻ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. പലരെയും നിങ്ങൾ അത്ഭുതപ്പെടുത്തുവാൻ പോകുന്നു എന്ന കാര്യം ഓർക്കണം. മഹാമാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. പല കാര്യങ്ങളിലും നിങ്ങളെ സംശയിച്ച വ്യക്തികൾ നിരവധിയാണ്. എന്നാൽ ആ വ്യക്തികൾക്ക് മുൻപിൽ പോലും നിങ്ങൾ ഉയരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പലപ്പോഴും പലരും നിങ്ങളെ നിശബ്ദരാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അവർക്ക് മുൻപിൽ നിങ്ങൾ പ്രകാശമായി ഉദിച്ചുയരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് തന്നെയാണ്. ഉണർവിന്റെ പാതയിലൂടെ വേണം നിങ്ങൾ തീർച്ചയായും സഞ്ചരിക്കുവാൻ. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം.
നിങ്ങളെ പുതുതായി ഭഗവാൻ വാർത്തെടുക്കുവാൻ പോകുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങളെ നിശബ്ദത വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് ഒരിക്കലും ഒരു ശിക്ഷയായി നിങ്ങൾ കാണുവാൻ പാടില്ല എന്ന് കാണണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മാറ്റങ്ങൾക്ക് ഭഗവാൻ രൂപപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് ദിശാബോധം കടന്നു വരും. നിങ്ങൾ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമാധാനം അത് നിലനിർത്തുവാൻ സാധിക്കും. തകർത്തു എന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നു എങ്കിൽ ആ ബാഹ്യശക്തികൾക്ക് പോലും ഇനി നിങ്ങളെ തകർക്കുവാൻ സാധിക്കുന്നതല്ല. യഥാർത്ഥ ശക്തി എന്താണ് എന്നും നിങ്ങളിൽ കുടികൊള്ളുന്നത് എന്താണ് എന്നും അവർ മനസ്സിലാക്കുവാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ആരുടെ മുന്നിലും നിങ്ങൾ തല കുനിക്കേണ്ടതായ സാഹചര്യമില്ല. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഉള്ളിലെ ശാന്തത അത് ഇനി വർദ്ധിപ്പിക്കുവാൻ ഭഗവാന് സാധിക്കും. ഈ സമയം നിങ്ങൾ തീർച്ചയായും ആൾക്കൂട്ടത്തിൽ തനിച്ചല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളെ നയിക്കപ്പെടാൻ ഭഗവാൻ തന്നെ മുന്നിലുണ്ട്. ആ വഴിയിലൂടെ നടക്കുക എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചുറ്റും അദൃശ്യമായ ഒരു കവചം തന്നെ ഭഗവാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് തന്നെയാണ് പല കാര്യങ്ങളിലും ഒരു മാറ്റമായി നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ തകർന്നു പോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ഇരുട്ടിൽ തപ്പുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇരുട്ടിന്റെ കാലമാണ് ഭഗവാൻ നിങ്ങൾക്ക് മുന്നിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ഭഗവാൻ തളർത്തില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം ചില ദൗത്യങ്ങൾ ഭഗവാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ആ ദൗത്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രകാശപൂരിതമാകുന്ന നിങ്ങളുടെ ജീവിതം തീർച്ചയായും പല കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുവാനുള്ള ഒരു അവസരം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ പ്രകാശത്തിലേക്ക് യഥാർത്ഥമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. ഒരു അറിവും ചെറുതല്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന അറിവുകൾ ക്രോഡീകരിച്ച് പുതിയ ശക്തിയായി നിങ്ങൾ മാറുന്ന സാഹചര്യമുണ്ട്. ഈ വെളിച്ചം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിരിക്കുന്നതായ ആ വെളിച്ചം അത് താൽക്കാലികമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലവും നിറഞ്ഞു നിൽക്കേണ്ടതായ വെളിച്ചം തന്നെയാണ്. അത് നിങ്ങളെ ചില തിരിച്ചറിവുകളിലേക്ക് നയിക്കും. ഈ സമയം ചില കാര്യങ്ങളിലേക്ക് മടങ്ങി പോകണം എന്ന ചിന്തയുണ്ട് എങ്കിൽ അത്തരം ചിന്തകൾ പുനർവിചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ഈ സമയം നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. എന്താണോ ഭഗവാൻ നിങ്ങൾക്ക് നൽകാനായി പോകുന്നത് അത് നിങ്ങൾ ധൈര്യത്തോടെ പോസിറ്റീവായ ഊർജത്തോടെ തന്നെ സ്വീകരിക്കണം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന ചിന്ത നിങ്ങളിൽ പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾ സമയത്തിന് പ്രാധാന്യം നൽകണം. അല്പം കൂടി കാത്തിരിപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങൂ.